ഇത് ഇങ്ങനത്തെ പൈപ്പ് മാറ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിന് ഇവിടെ നമ്മളെ 2 പൈപ്പ് ഉണ്ട്. ഇതെല്ലാം ലൂസായിട്ടുണ്ട്. വെള്ളം കറക്റ്റ് വരുന്നത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് 2 ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇതിനൊന്നും നമ്മൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. ചെറിയ ചെറിയ ടെക്നിക്കുകൾ മാത്രമേ ഇവിടെ അയച്ചിട്ട് ഇത് എടുക്കുക, അത് ഊരിയ വേറെ ഫിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനൊന്നും നമ്മൾ ആരെ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇത് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ഇത് ഡയറക്റ്റ് ലൈനിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതാണ് കംപ്ലൈന്റ്. അപ്പൊ ഇത് മാറ്റുമ്പോൾ നമ്മൾ ഇത് 2 ഒരുമിച്ച് മാറ്റാൻ കൂടാം. അപ്പൊ നമുക്ക് ആദ്യം അവിടെ പോയിട്ട് ടാങ്കിന്റെ വെള്ളം താഴ്ത്തി കളഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് വരണം. അപ്പൊ ഇതൊക്കെ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് വന്നു. അപ്പൊ ഇനി നമുക്കിത് 2 അയച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഇതൊരു പൈപ്പ് റേഞ്ച് എടുത്തിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ആദ്യം എന്ത് ചെയ്യണമെന്നല്ലോ, ഇവിടെ അയച്ചിട്ട് ഇതിനാണ്ട് മാറ്റിയെടുക്കുക. ഇതിന് അയച്ചാൽ പോരും. പ്ലംബിംഗ് ആയിരുന്നു ചെയ്യൂല, അത് നമ്മള് സ്പെഷ്യലാണ്. ഇവിടെ അയച്ച സ്ഥിതിക്ക് ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കും. ആദ്യം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീലിന്റെ ആയിരുന്നു. സ്റ്റീലിന്റെ ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുഴൽക്കിണറിന്റെ വെള്ളമായതുകൊണ്ട് ഇതുമ്പോൾ ഓരോ കുത്തുപുള്ളികൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് എത്ര തുടച്ചു കഴിഞ്ഞാലും എത്ര ക്ലീൻ ചെയ്താലും അത് ക്ലീൻ ആവണില്ല. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് അറിയാം, ഇപ്പൊ നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലാ പ്രശ്നം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാധനങ്ങൾ സൂപ്പർ സാധനമാണ്. ഓക്കെ, എങ്ങനെയാണ് വരിക, ഇത് ഇതിൽ ഫിറ്റ് ചെയ്യാം. ഇത് ഇവിടെ ഇതിൽ ഫിറ്റ് ചെയ്യണം. അപ്പൊ ഇതിന് നമ്മൾ കുറച്ച് ടാപ്പ് ചുറ്റണം. ഉണ്ട്, അപ്പൊ നമുക്ക് കൊടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, കൂടി ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ഇതിനുണ്ടല്ലോ, ഇവിടെ വാഷർ ഉണ്ട്. ഈ വാഷർ പോകാൻ പാടില്ല. അപ്പൊ ഈ വാഷർ കറക്റ്റ് നോക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. ഓക്കെ, ഒന്നും പ്ലംബേഴ്സിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ സാധനം ഇതൊന്നും കളയരുത്. ഇതിന്റെ ഉള്ളിലൊക്കെ ചെമ്പൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കിയിട്ട് വേണം ഇത് നമുക്ക് എടുത്തു വെക്കാൻ, വേറെ എന്തെങ്കിലുമൊക്കെ യൂസിന് ഉപയോഗിക്കുകയും ചെയ്യാം. ബാത്റൂമിലെ ഷവർ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഷവറും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഒരു അഡാപ്റ്റർ ഫിറ്റ് ചെയ്തു. കാരണം ഇത് ഭയങ്കര കട്ടിയാണ്. അപ്പൊ ഒരു അഡാപ്റ്റർ ഇട്ടിട്ട് ഫിറ്റ് ചെയ്തു. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ഇതാണ് പ്രയാഗിന്റെ ഷവറാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ഷവർ നമ്മൾ ഫിറ്റ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് അത് സോപ്പൊക്കെ നമ്മളോട് ഒന്നും ഉണ്ടായിരുന്നു. അതിപ്പോ അത് പൊട്ടി, അത് എത്ര നന്നായിരുന്നില്ല. അപ്പോ ഇപ്പൊ ഇത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഫിറ്റ് ചെയ്യാൻ നമ്മളിപ്പോഴൊന്നും സ്റ്റീല്, പരമാവധി സ്റ്റീൽ ഒഴിവാക്കിയിട്ടുള്ള മേടിച്ചാണ്. സ്റ്റീലായിരുന്നു ആദ്യം. അതൊക്കെ ഇതുണ്ട്. പൈപ്പൊക്കെ കണ്ടതാണ് പിടിച്ചിരിക്കുന്നത്. ഈ കുഴൽക്കിണറിന്റെ വെള്ളമാണ് ഈ പ്രശ്നം. അപ്പൊ അത് എത്ര ഫിൽറ്റർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഫിൽറ്റർ ഫിറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നം നമുക്ക് പോകുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം അവിടെ. ആ ബോക്സ് ഉണ്ട്, അവിടെ നമുക്ക് വൈഫൈയുടെ മോഡ് ഇവിടെ കൊണ്ടുവന്നിരിക്കണം. അപ്പം വൈഫൈയുടെ മോഡ് പുറത്താണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കറക്റ്റ് റേഞ്ച് കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം,
ഇവിടെ ഒരു പ്ലഗ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വയർ കൊണ്ടുവരണം പുറത്തു കൂടെ. മറ്റേതെന്താ പറയുക, വൈഫൈ പുറത്തു കൂടെ ഇടുമ്പോൾ കേബിൾ ഇങ്ങനെ കാണും. അപ്പൊ നമുക്ക് കൺസീൽഡ് ആയി കൊണ്ടുവരാൻ ഇതിൽ കൂടെ ആദ്യം വയർ ഇട്ട് കൊടുക്കും. അപ്പൊ അവരതിൽ ജോയിന്റ് ചെയ്തിട്ട് അവർ വലിച്ചിങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ നമ്മളൊരു പ്ലഗ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് അടുത്തത്. ഓക്കെ, ഇപ്പൊ അവിടെ വയറിടാനായിട്ടേ നമ്മള് അതിൽ കൂടെ വയറ് കൺസീൽഡ് ആയിട്ട് ഇങ്ങനെ പൈപ്പ് പോകുന്നുണ്ട്. ഏനെ അങ്ങോട്ട് പൈപ്പ് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ വേണം വരാൻ. ഓക്കെ, അപ്പോ അതിന്റെ ഇതിലാണ് നമ്മള് ഈ കാണുന്ന മെഷീൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് ജോയിൻ ചെയ്യുന്ന മെഷീനാണ്. അപ്പൊ അതൊക്കെ അവർ ചെയ്ത് നെറ്റ് കണക്ഷനൊക്കെ ഓക്കെ ആയിട്ട് അവർ പോയിട്ടുണ്ട്. നെറ്റിന്റെ വയറൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു പ്ലഗ് കൊടുത്തു. അപ്പൊ ഈ മോഡം ഇതിൽ ഫിറ്റ് ചെയ്ത് വയറ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്ന് വിചാരിക്കുന്നു. കൊടുത്തു നോക്കാം. ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ നെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. കുറച്ചിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. വല്ല ബോക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഒക്കെ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഓക്കെയാണ്. നെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്.